ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സച്ചു ബേബി. കലിപ്പനം കാന്താരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുജറാത്തിലെ പോർബന്ദറിലെ കീർത്തി മന്ദിറിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. അതായത് ഗാന്ധിജിയുടെ ജന്മസ്ഥലത്തേക്കാണ്. ഇന്ന് പതിവിലും കൂടുതൽ തിരക്കുള്ളതായി കാണപ്പെടുന്നുണ്ട്. ഇതാണ് കീർത്തി മന്ദിറിൻ്റെ ഫ്രണ്ടിലെ കവാടം. ഇതിനകത്ത് ചെറിയ ഗേറ്റ് വഴി വേണം നമുക്ക് അകത്തേക്ക് കടക്കാൻ. എൻട്രൻസും എക്സിറ്റും ഉണ്ടെങ്കിലും അങ്ങനെയൊന്നും ആരും നോക്കുന്നില്ല. എല്ലാവരും കയറുന്ന വഴിയെ തന്നെയാണ് തിരിച്ചിറങ്ങുന്നത്. നമുക്ക് നേരെ ഗാന്ധിജി ജനിച്ച സ്ഥലത്തേക്ക് പോകാം. ബർത്ത് പ്ലേസ് ഓഫ് മഹാത്മാഗാന്ധി എന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതിയിട്ടുണ്ട്. നല്ല തിക്കും തിരക്കും ഉണ്ട് കേട്ടോ. ഗുജറാത്തിലുള്ള ആളുകളെക്കാൾ കൂടുതൽ പുറം നാട്ടിൽ നിന്നുള്ളവരാണ് ഇവിടം സന്ദർശിക്കാനെത്തുന്നത്. ഇവർ ഇപ്പോഴും പഴയ തനിമയോടുകൂടി തന്നെയാണ് ഇവിടം കാത്തു സൂക്ഷിക്കുന്നത്. അത് തറ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ഇപ്പോഴും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ എല്ലാ സ്ഥലത്തും QR കോഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഇപ്പോഴും അതുപോലെ തന്നെ എല്ലാം ഒരു മാറ്റമില്ലാതെ കാണപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. മുകളിലേക്ക് കയറി പോകാൻ ഇച്ചിരി താമസമുണ്ട് കേട്ടോ. 1 by 1 ആയിട്ടാണ് കയറി പോകുന്നത്. പലക അടുക്കിയ സ്റ്റെപ്പുകളാണ്, അതും കുത്തനെ ഉള്ളതാണ്. സൂക്ഷിച്ച് പിടിച്ച് പോകണം കയറി പോകാൻ. നല്ല കട്ടിയുള്ള തടി ഉപയോഗിച്ചാണ് ഇവിടെ കതകുകളും ഇതുപോലുള്ള സാധനങ്ങളും പിന്നെ മേൽക്കൂരയും മച്ചിലും നല്ല കട്ടിയുള്ള പലകകളാണ് അടുക്കിയിരിക്കുന്നത്. ഇതകത്ത് നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഉള്ള പുറം കാഴ്ചയാണ്. ഇതും ഒരു മുറിയാണ്. ഏറ്റവും ടോപ്പിൽ 4 മുറികളാണ് കാണപ്പെടുന്നത്. നമുക്ക് ടോപ്പിലേക്ക് കയറി നോക്കാം.
രാജസ്ഥാനികളും മറാഠികളും ഒത്തിരി പേരുണ്ട് ഇവിടെ. ഇതാണ് ടെറസ്. ഇതൊക്കെ കീർത്തി മന്ദിറിൻ്റെ ഏറ്റവും ടോപ്പിലെ പോർഷനാണ് കാണുന്നത്. ഇതൊരു ചെറിയ റൂമാണ്. ആ പണ്ട് കാലത്തെ വരകളെല്ലാം ഇവിടുത്തെ ഇപ്പോഴും കാണപ്പെടുന്നുണ്ട്. പണ്ട് കാലത്തെ ചായക്കൂട്ടുകൾ ഉപയോഗിച്ചുള്ള ചിത്രകലയാണ്. ഇതിൽ കുറേയൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്, എന്നാലും അതുപോലെയുണ്ട്. ഇതെന്തോ ചെറിയൊരു ഷെൽഫാണ്, അതെന്താണെന്ന് അറിയില്ല. ഇവിടെ ഒരു അലമാരയുണ്ട്, തടി അലമാരയാണ്. ഇതാണ് പണ്ട് കാലത്തെ വെള്ളം പോകാനായിട്ട്, മുകളിൽ നിന്നുള്ള മഴവെള്ളം താഴേക്ക് പോകാനുള്ള ഓവുചാലെന്നൊക്കെ നമ്മൾ ഡ്രൈനേജ് പോവില്ലേ, അതുപോലെ പൈപ്പില്ലാണ്ട് വെച്ചേക്കുന്നത്. ഇതും ഒരു റൂമാണ്. മുകളിൽ അങ്ങനെ ടോട്ടലി 4 റൂം. ഇവിടെയും ഉണ്ട് ചിത്രപ്പണികൾ. ഇവിടെ പൈപ്പ് പോലെ എന്തോ ഉണ്ട്, വെള്ളം പോകാൻ വേണ്ടിയിട്ടൊരു ചെറിയ ഊജാല അവിടെ ഉണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ആരും മറക്കരുത്. കയറി വരുന്നതിനേക്കാൾ പാടാണ് കേട്ടോ ഇറങ്ങി തിരിച്ചു പോവാൻ. എന്ത് റിസ്ക്കാന്നറിയാമോ, ജസ്റ്റ് ഒന്ന് തെന്നിയാൽ നേരെ താഴത്തുനിന്ന് ഡുമ്മടിച്ച് വീഴും. കീർത്തി മന്ദിറിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താഴേക്ക് ഇനി 2ാമത്തെ നിലയിൽ നിന്ന് 1ാമത്തെ നിലയിലെത്തി. ഇനി 1ാമത്തെ നിലയിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകാനുള്ള ക്യൂ ആണ്. നിന്ന് വട്ടായപ്പോൾ ഞാൻ മാറി നിന്നു, കാരണം ഒത്തിരി പേരുണ്ടായിരുന്നു. പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന എല്ലാ വസ്തുക്കളും ഇപ്പോൾ ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന ഓരോ വസ്തുക്കളും ഇവിടെ കാണാൻ കഴിയുന്നു. പുസ്തകങ്ങൾ, പാത്രങ്ങൾ, കരകൗശല വസ്തുക്കൾ, ഫോട്ടോസ്, ഇവയെല്ലാം ഇവിടെയാണ് വെച്ചേക്കുന്നത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നമസ്കാരം.